വർക്ക് കഴിഞ്ഞ് ടയേർഡായി വന്നപ്പോൾ ഇന്നത്തെ ഇഫ്താർ എൻ്റെ വകാന്ന് ഹസ്ബൻഡ് പറഞ്ഞതും ചാടി കയറി കിടന്നുറങ്ങി. വേറെ ഒന്നല്ല, 2 ദിവസത്തെ ആനുവൽ ലീവിലായിരുന്നേ. ഉറക്കത്തിനിടയിലാണ് ഈ ഒച്ച കേട്ട് എണീക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, കിച്ചൺ പുകച്ച് വെച്ച് ഫയർ അലാം അടിച്ചതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ ഞാൻ ഉറങ്ങി തിരിച്ച് നോമ്പ് തുറക്കാൻ എണീറ്റ് വന്നപ്പോൾ 2 വാട്ടർമെലൺ മൊഹിറ്റോയും ബീഫ് ബർഗറും ഇന്നലെ ഞാൻ ഫ്രീസറിലാക്കി വെച്ച് ഉന്നക്കായും പൊരിച്ച് വെച്ചിരുന്നു. ഒരുമിച്ച് നോമ്പൊക്കെ തുറന്ന് കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ കരിമ്പുന്തോട്ടത്തിൽ കയറിയ പോലെ എൻ്റെ കിച്ചൺ ഒരു യുദ്ധഭൂമിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞ് തളർത്തിയില്ല. അങ്ങനെ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചൺ വൃത്തിയാക്കലായിരുന്നു എൻ്റെ പരിപാടി. പാത്രമൊക്കെ കഴുകി ബാക്ക് ടു മൈ കിച്ചൺ ആക്കിയപ്പോഴാണ് പകുതി ഒരു ആശ്വാസമായത്. അവിടെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ സ്പെഷ്യൽ. ഡിന്നറിനായിട്ട് നല്ല ചൂട് പുട്ടും കൊഴുവ മുളകിട്ട മീൻകറിയും ആക്കി വെച്ചിരുന്നു. എന്നാൽ പിന്നെ പുട്ടങ്ങ് കഴിച്ചേക്കാമെന്ന് കരുതി അപ്പോൾ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ചൂട് പുട്ടിനെ പ്ലേറ്റിലേക്ക് ഇട്ടങ്ങ് പൊടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കൊഴുവ മുളകിട്ട മീൻകറി വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി. അൽഹംദുലില്ലാ, ഇന്നത്തെ നോമ്പ് അങ്ങനെ റാഹത്തായി കഴിഞ്ഞു. ദേഹരങ്ങാണ്ട് കിട്ടുന്ന ഭക്ഷണത്തിനൊരു പ്രത്യേക സുഖം സന്തോഷമാണല്ലേ. വൺസ് ഇൻ എ മന്ത് നമ്മളെല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു പരിഗണന കിട്ടുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?